ഹായ് മക്കളെ, എൻ്റെ പേര് മുഹമ്മദ് ഫാരിസ്, സൈലത്തിൻ്റെ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്ററാണ്. അപ്പോൾ ഞാൻ ഇന്ന് മുതൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് സീരീസ് തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ മത്സര പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കൺജങ്ഷൻസ് എന്ന ഭാഗം എന്നാണ് ആദ്യത്തെ ഭാഗമാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മത്സര പരീക്ഷ സ്ഥിരമായി സാന്നിധ്യമുള്ള ഒരു ടോപ്പിക്കാണ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സീരീസിലൂടെ ഈ ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിലെ ആദ്യത്തെ ഭാഗത്തോട്ട് നമുക്കൊന്ന് കടന്നു പോകാം. നമുക്ക് ഈ യൂട്യൂബിൻ്റെ സീരീസിലൂടെ തന്നെ നമുക്ക് ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ക്ലാസ് കേൾക്കുക, അത് നോട്ട് എഴുതിയെടുത്താൽ വളരെ നന്നാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ചർച്ചയ്ക്ക് വെക്കുന്നത് കൺജങ്ഷൻസ് ആണ്. എന്താണ് കൺജങ്ഷൻസ് എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ വാട്ട് ഈസ് കൺജങ്ഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ കൺജങ്ഷൻസ് എന്താണ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ ഞാൻ പറയുന്നത്. കൺജങ്ഷൻ ഈസ് എ വേർഡ് ഓർ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് കണക്ട്സ് ടു ഓർ മോർ ദാൻ ടു വേർഡ്സ്, ഫ്രേസസ്, ക്ലോസസ്, സെൻറ്റൻസസ്. സെൻറ്റൻസിനെയോ ഫ്രേസിനെയോ ക്ലോസസുകളെയോ കണക്റ്റ് ചെയ്യുന്നതാണ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. കൺജങ്ഷൻ ഈസ് എ വേർഡ് ഓർ എ ഗ്രൂപ്പ് ഓഫ് വേർഡ് എന്ന് പറഞ്ഞു. ഒരു വേർഡ് ആകാം, ഗ്രൂപ്പ് ഓഫ് വേർഡ് ആകാം. അത് ക്ലോസുകളെയോ സെൻറ്റൻസുകളെയോ ഫ്രേസുകളെയോ കണക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കണക്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചതാണ് കൺജങ്ഷൻസ് എന്ന് പറയാം. ഈ കൺജങ്ഷൻസിനെ നമുക്ക് കൊഹസീവ് ഡിവൈസ് എന്നും വിളിക്കാം. കൊഹസീവ് ഡിവൈസ് എന്നും വിളിക്കാം. അപ്പോൾ കൺജങ്ഷൻസ് എന്നുള്ളത് കൊഹസീവ് ഡിവൈസസും കൂടിയാണ്. ക്ലോസിനെ കണക്ട് ചെയ്യുന്ന, ഫ്രേസസിനെ കണക്ട് ചെയ്യുന്ന, സെൻറ്റൻസുകളെ കണക്ട് ചെയ്യുന്ന, ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് കൺജങ്ഷൻസ് എന്ന് പറയുക. അതിൻ്റെ മറ്റൊരു പേരാണ് കൊഹസീവ് ഡിവൈസസ് എന്നും പറയാം. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ നോക്കൂ നിങ്ങൾ. പീപ്പിൾസ് ഇഗ്നോറൻസ്, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. പീപ്പിൾസ് ഇഗ്നോറൻസും പോപ്പുലേഷൻ എക്സ്പ്ലോഷനും ആർ ടു ഇൻ്റർ റിലേറ്റഡ് പ്രോബ്ലംസ്. അപ്പോൾ ഇതിനെ രണ്ടും കൂടി കണക്ട് ചെയ്യിപ്പിച്ച ഒരു കൺജങ്ഷനാണ് ആൻഡ് എന്ന് പറയുന്നത്. പീപ്പിൾസ് ഇഗ്നോറൻസിനെയും പോപ്പുലേഷൻ എക്സ്പ്ലോഷനെയും രണ്ട് സംഗതിയെയും കണക്ട് ചെയ്യിപ്പിച്ച ഒരു കൺജങ്ഷനാണ് അഥവാ കൊഹസീവ് ഡിവൈസ് ആണ് ആൻഡ്. അപ്പോൾ ക്ലോസുകളെ കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫ്രേസുകളെ കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സെൻറ്റൻസുകളെ കണക്ട് ചെയ്യുന്നു എന്നതാണ് കൺജങ്ഷൻ അഥവാ കൊഹസീവ് ഡിവൈസസിൻ്റെ ധർമ്മം. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ നിങ്ങൾ. ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് കം. ഇവിടെ നമ്മൾ ഷീ സെഡ് എന്നതിനെയും ഷീ വുഡ് കം എന്നതിനെയും കണക്ട് ചെയ്തത് ദാറ്റ് എന്നതാണ്. അപ്പോൾ ദാറ്റ് എന്നുള്ളത് ഇവിടെ കൺജങ്ഷൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അടുത്ത് നോക്കൂ, ഇവിടെ റാം ആൻഡ് ശ്യാം വിൽ കം. ഇവിടെ റാമിനെയും ശ്യാമിനെയും ആൻഡ് എന്നൊരു കൺജങ്ഷൻ കൊണ്ട് ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് കമിലെ കൺജങ്ഷൻ ദാറ്റ് ആണ്. റാം ആൻഡ് ശ്യാം വിൽ കമിലെ കൺജങ്ഷൻ ആൻഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പൊ ജസ്റ്റ് വാട്ട് ഈസ് കൺജങ്ഷൻ എന്നൊരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട മറുപടി ക്ലോസസുകളെയോ ഫ്രേസസുകളെയോ സെന്റൻസുകളെയോ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് കൺജങ്ഷൻസ് അഥവാ കൊഹസീവ് ഡിവൈസസ് എന്ന് മാത്രം മറുപടി കൊടുത്താൽ മതി. ആ ഒരു സെൻസ് നിങ്ങൾക്ക് കൺജങ്ഷനെ കുറിച്ച് ഉണ്ടാകുക. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് there are 3 types of conjunctions. 3 ടൈപ്പ് കൺജങ്ഷൻസ് ആണ് മത്സര പരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. 3 ടൈപ്പ് കൺജങ്ഷൻസ് ഉണ്ട്. ഒന്ന് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്, 2 കോറിലേറ്റീവ് കൺജങ്ഷൻ ആണ്, 3 സബോർഡിനേറ്റീവ് കൺജങ്ഷൻ ആണ്. നമുക്ക് ഈ യൂട്യൂബ് സീരീസിലൂടെ ഈ ടോപ്പിക്ക് നമുക്ക് മുഴുവൻ എന്ത് ചെയ്യാം, കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഇന്ന് ഞാൻ പറഞ്ഞുതരും. അടുത്ത സീരീസിൽ കോറിലേറ്റീവ് കൺജങ്ഷനെ കുറിച്ച് സംസാരിക്കും. അടുത്ത സീരീസിൽ സബോർഡിനേറ്റിംഗ് കൺജങ്ഷനെ കുറിച്ച് സംസാരിക്കും. അങ്ങനെ സീരീസ് കഴിയുന്നതോടുകൂടി ഈ ടോപ്പിക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം ചർച്ചയ്ക്ക് വെക്കുന്നത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. എന്താണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ? എന്താണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ടത് അതിനൊരു കോഡുണ്ട്. ഫാൻ ബോയ്സ് എന്നൊരു കോഡുണ്ട്. ഈ ഫാൻ ബോയ്സിൽ എഫും എയും ആനും ബിയും ഓയും വൈയും എസും ഇതിനെയാണ് നമ്മൾ ഫാൻ ബോയ്സ്. ഈ ഫാൻ ബോയ്സിൽ അടങ്ങിയ ആൽഫബറ്റുകളാണ്, ലെറ്റേഴ്സ് ആണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയാം. എഫ് എന്ന് പറഞ്ഞാൽ ഫാൻ ബോയ്സിലെ എഫ് 4 എന്ന കൺജങ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഫാൻ ബോയ്സിലെ എ
ആൻഡ് എന്ന കൺജങ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഫാൻ ബോയ്സിൽ എൻ നോറ് എന്ന കൺജങ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഫാൻ ബോയ്സിലെ ബി ബട്ട് എന്ന കൺജങ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഫാൻ ബോയ്സിലെ ഓർ എന്ന കൺജങ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഫാൻ ബോയ്സിലെ വൈ എച്ച് എന്ന കൺജങ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഫാൻ ബോയ്സിൽ അവസാനത്തെ എസ് സോ എന്ന കൺജങ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഈ ഒന്നാമത്തെ സീരീസിൽ, ഈ ഒന്നാമത്തെ ഭാഗത്തിൽ കോർഡിനേറ്റിംഗ് കൺജങ്ഷനായ അഥവാ ഫാൻ ബോയ്സിനെ കുറിച്ചാണ് നാം എന്ത് ചെയ്യണത്, ഇന്ന് ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. അതിൽ ആദ്യത്തത് എന്താണ്? ഫോർ എന്നുള്ളത് റീസൺ പറയാനാണ്. ഫോർ എന്ന് പറഞ്ഞാൽ റീസൺ പറയാനാണ്. റീസൺ പറയാനാണ് നമ്മൾ ഫോർ ഉപയോഗിക്കുക. അപ്പൊ ആദ്യം ഒരു കാര്യം പറഞ്ഞു നോക്കെ, ഇവിടെ ഒരു കാര്യം പറഞ്ഞു, എന്നിട്ട് അപ്പുറത്ത് അതിന്റെ റീസൺ പറഞ്ഞാൽ ഇവിടെ എന്ത് വേണം? ആ റീസൺ ഉപയോഗിക്കുന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിക്കണം. റീസൺ ഉപയോഗിക്കുന്നത് ഫോർ ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് റീസൺ ഓർ കോസ്, കാരണം പറയാൻ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ആണ് ഫോർ എന്നുള്ളത്. ഫാൻ ബോയ്സിന്റെ ഫോർ എന്ന കൺജങ്ഷൻ, ഫോർ എന്നുള്ളത് ഒരു പ്രിപ്പോസിഷൻ ഉണ്ട്. പ്രിപ്പോസിഷൻ ഞാൻ വിശദമായി വേറെ പറഞ്ഞുതരും. ഇപ്പൊ ഫോറും ഒരു കൺജങ്ഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഫോർ എന്ന കൺജങ്ഷൻ റീസൺ പറയാനാണ് ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ നോക്കുക, ഹി ഡിഡിന്റ് ഈറ്റ് മച്ച് എന്നുള്ളതാണ് എക്സാമ്പിൾ. ഓക്കെ, ഹി ഡിഡിന്റ് ഈറ്റ് മച്ച്, ഇതൊരു ക്ലോസ് ആണ്. ക്ലോസ് ആകണമെങ്കിൽ മാനദണ്ഡം ആ സെന്റൻസിൽ സബ്ജക്റ്റും വെർബും വരിക എന്നുള്ളതാണ്. ക്ലോസ് ആകുക എന്നുള്ളതിന്റെ മാനദണ്ഡം. ഒരു ക്ലോസ് എന്ന് ഒരാൾ പറയണമെങ്കിൽ, ഒരു ഇംഗ്ലീഷിന്റെ ടീച്ചർ ഇത് ക്ലോസ് അല്ലേ എന്ന് ചോദിക്കണമെങ്കിൽ ആ സെന്റൻസിൽ സബ്ജക്റ്റും വെർബും ഉണ്ടാകണം. അപ്പോഴേ ക്ലോസ് ആവുള്ളൂ. അപ്പൊ നോക്കി, ഹി ഡിഡിന്റ് ഈറ്റ് മച്ച്, ഹി വാസ് ഇൻ വെരി ഹംഗ്രി എന്നുള്ളതാണ്. അപ്പൊ നോക്കിയേ, ഇത് രണ്ടും ക്ലോസ് ആണ്. കണ്ടോ? അപ്പൊ നമുക്ക് ഇതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി നോക്കി. ഹി ഡിഡിന്റ് ഈറ്റ് മച്ച്, അവൻ കൂടുതലൊന്നും ഭക്ഷണം കഴിച്ചില്ല, അവൻ കൂടുതലൊന്നും ഭക്ഷിച്ചില്ല. അതിനൊരു കാരണം ഉണ്ടാവും. ആ കാരണമാണ് മക്കളെ ഹി വാസ് ഇൻ വെരി ഹംഗ്രി, അവനക്ക് വിശപ്പില്ല എന്നുള്ളത്. അപ്പൊ ഈ പറഞ്ഞത് റീസൺ അല്ലേ? അപ്പൊ റീസണെ സൂചിപ്പിക്കുന്ന കൺജങ്ഷൻ ഏതാ ഫാൻ ബോയ്സില്? അത് ഫോർ അല്ലേ? അപ്പൊ ഇവിടെ ഫോർ കൊടുത്തു. അപ്പൊ വേണ്ട വിധത്തിൽ അവൻ തിന്നാത്തതിന്റെ കാരണം അവനക്ക് വിശപ്പില്ലായിരുന്നു എന്ന കാരണമാണ്. വിശപ്പില്ലെങ്കിൽ നമ്മൾ കുറെ എന്ത് ചെയ്യൂല, വെട്ടി വേങ്ങി തിന്നോ? ഇല്ലല്ലോ. അപ്പൊ കാരണം പറയാൻ അവിടെ ഫോർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അടുത്ത നോക്കൂ നിങ്ങൾ, ഐ കാൻ ജോയിൻ ദ മീറ്റിംഗ്, എനിക്ക് മീറ്റിംഗ് ജോയിൻ ചെയ്യാൻ കഴിയൂല, ഇതൊരു ക്ലോസ് ആണ്, വെർബും സബ്ജക്റ്റും ഉണ്ട്. ഐ ഹാവ് എൻ അർജന്റ് ഫംഗ്ഷൻ, ഇതും ഒരു ക്ലോസ് ആണ്. അപ്പൊ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാത്തതിന്റെ കാരണം എന്താ? എനിക്കൊരു അർജന്റ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കൊടുത്തു? ഫോർ. മനസ്സിലായ? അപ്പൊ നമ്മൾ എപ്പോഴാ ഫോർ ഉപയോഗിക്കുക? ആദ്യം ഒരു കാര്യം പറഞ്ഞു, അതിന്റെ തൊട്ടപ്പുറത്ത് അതിന്റെ കാരണം പറയുന്നുണ്ടെങ്കിൽ അതിന്റെ നടുക്ക് ഫോർ എന്ന കൺജങ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. പല ആളുകളും ഫോർ പ്രിപ്പോസിഷൻ മാത്രമാണ് എന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഫോർ ഒരു പ്രിപ്പോസിഷൻ മാത്രമല്ല. ഫോർ ഒരു പ്രിപ്പോസിഷൻ മാത്രമല്ല, ഫോർ ഒരു കൺജങ്ഷനും കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. കൺജങ്ഷൻ ആയിട്ട് ഫോർ ആക്ട് ചെയ്യും. ഇനി അടുത്ത നോക്കൂ, ആൻഡ്. എന്താണ് ആൻഡ്? രണ്ടാമത്തെ ആളാണ് ആൻഡ് എന്ന് പറയുന്നത്. ഒരേപോലെയുള്ള ആശയങ്ങൾ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഒരേപോലെയുള്ള ആശയങ്ങൾ യോജിപ്പിക്കാനാണ് നമ്മൾ ആൻഡ് ഉപയോഗിക്കുക. ഒരേപോലെയുള്ള ആശയങ്ങൾ യോജിപ്പിക്കാനാണ് നമ്മൾ ആൻഡ് ഉപയോഗിക്കുക. ഉദാഹരണം നോക്കേ, ഐ റെഡ് ദ ക്വസ്റ്റ്യൻസ്, ഞാന് ക്വസ്റ്റ്യൻസ് വായിച്ചു. ഷീ റോഡ് ദ ആൻസർ, അവൾ ഉത്തരം എഴുതി. ആ ക്വസ്റ്റ്യൻസ് വായിച്ചു, അവൾ ഉത്തരം എഴുതി. ഇവിടെ പരസ്പര വൈരുദ്ധ്യമായ ഒരു കാര്യം പറയുന്നില്ല. ചോദ്യം വായിക്കുന്നു, ഉത്തരം എഴുതുന്നു, ചോദ്യം വായിക്കുന്നു, ഉത്തരം എഴുതുന്നു. ഇവിടെ ഒരു വൈരുദ്ധ്യത ഇല്ല, ഒരു വൈരുദ്ധ്യമായ ഒരു കാര്യം പറയുന്നില്ല. അപ്പൊ അത് ഒരേപോലെ ആശയമാണ്. അപ്പൊ നമ്മൾ ആൻഡ് എന്ന് വെച്ചു. കണ്ടോ? ഇനി അടുത്ത് നോക്കി, ഐ ഹാവ് എ സൺ, എനിക്കൊരു മകനുണ്ട്. പിന്നെ 2 daughters, 2 മകളും. അപ്പൊ എനിക്കൊരു മകനും ഉണ്ട് എന്നതിന് വൈരുദ്ധ്യമല്ല, 2 മകളുണ്ട് എന്നുള്ളത്. അപ്പൊ ഇത് ഒരേപോലെ ആശയമാണ്. അപ്പൊ നമ്മളിവിടെ ആൻഡ് വെച്ചു. അപ്പൊ ഐ റെഡ് ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ഷീ റോഡ് ദ ആൻസേഴ്സ്. ഐ ഹാവ് എ സൺ ആൻഡ് 2 daughters എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണോ? അപ്പൊ ഇതാണ് ആൻഡ് എന്നുള്ളത്. ഇനി അടുത്തത് എന്താണ്? നോറാണ്. നോറ് എന്ന് പറഞ്ഞാൽ ടു ഇൻട്രൊഡ്യൂസ് എ നെഗറ്റീവ് ആൾട്ടർനേറ്റീവ്. നെഗറ്റീവ് ആൾട്ടർനേറ്റീവ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ നോർ ഉപയോഗിക്കുക. അപ്പൊ നമുക്കറിയാം, ആദ്യത്തെ ഭാഗം നെഗറ്റീവ്,
എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കണം അല്ലേ? അപ്പോ നോറ് എന്നുള്ളത് ഒരു നെഗറ്റീവാണ്, നിങ്ങൾക്കറിയാം. നെഗറ്റീവ്, രണ്ട് നെഗറ്റീവായ കാര്യങ്ങൾ പറയണം നമ്മൾ നോറ് ഉപയോഗിക്കുക. അപ്പൊ നോക്ക്, ഷീ കുഡ് നോട്ട് ഫൈൻഡ് ദ കീ, അവൾക്ക് കീ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കീ കണ്ടെത്താൻ കഴിയാതിരുന്നാൽ എന്താവും? ഓൾക്ക് അവളുടെ ഡോർ ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. അപ്പൊ നോർ കുഡ് ഷീ ഓപ്പൺ ദ ഡോർ. അപ്പൊ ഇവിടെ നോറാണ് എന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ ഇതിന്റെ ഓർഡറിൽ ഒരു വ്യത്യാസം വന്നു. കണ്ട, സാധാരണ സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് ഓക്സിലറി വെർബ് വരിക. സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് ഓക്സിലറി വെർബ് വരിക. ഇവിടെ ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് വന്നത്. ഈ ഒരു സ്ട്രക്ചറാണ് ഇൻവേർഷൻ എന്ന് പറയാ. മനസ്സിലായ? അപ്പൊ ഇവിടെ നോറാണ് എന്ന് ഉത്തരം കിട്ടണമെങ്കിൽ ഇത് ഇൻവേർഷൻ ആണ്, ഇത് ഇൻവേർഷൻ ആണ് എന്ന് ഒരു ഉദ്യോഗാർത്ഥിക്ക് മനസ്സിലായാൽ പെട്ടെന്ന് ഇവിടെ നോറ് കൊടുക്കാം. കാരണം ഇവിടെ ഓൾറെഡി ഒരു നെഗറ്റീവ് ഉണ്ട്. അവൾക്ക് കീ കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല, ഡോർ ഓപ്പൺ ആക്കാൻ കഴിഞ്ഞതുമില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പെട്ടെന്ന് ഒരു സംശയമില്ലാതെ നോറ് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ, ബഹുമാനമുള്ള മക്കളെ, ഇവിടെ കുഡ്ഷി എന്നാണ് പറഞ്ഞത്, ഷീ കുഡ് എന്നല്ല. കുഡ്ഷി എന്ന് പറഞ്ഞാൽ അത് ഇൻവേർഷൻ ആണ്, അത് ഇൻവേർഷൻ ആണ്. ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരുന്ന ഒരു മെത്തേഡാണ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻവേർഷൻ സ്ട്രക്ചർ ആവുമ്പോൾ അതിന്റെ തൊട്ട് മുൻപിൽ നെഗറ്റീവ് ഉള്ള കൺജങ്ഷൻ വരണം. ആ നെഗറ്റീവ് ഉള്ള കൺജങ്ഷൻ കോർഡിനേറ്റിംഗിൽ നോറാണ്. അതുകൊണ്ടാണ് ഇവിടെ ഉത്തരം നോറായത്. അതേപോലെ അത് അടുത്ത് നോക്കൂ നിങ്ങൾ, ഹി ഡസൻ ലൈക്ക് ടീ, അവൻക്ക് ടീ ഇഷ്ടമല്ല. ഇവിടെ ഇതൊരു നെഗറ്റീവാണ്. പിന്നെ ഡസ് ഹി, കണ്ടോ, ഹി ഡസ് എന്നല്ല, ഡസ് ഹി എന്നുള്ളത് ഒരു ഇൻവേർഷൻ ആണ്. അപ്പൊ ഒരു നെഗറ്റീവ് ആൾട്ടർനേറ്റീവ്സ് ആണ്. അപ്പോ ഓൻക്ക് ടീ ഇഷ്ടല്ലേനും എന്നാ കോഫി അവൻ കുടിച്ചതുമില്ല. അപ്പൊ നമുക്ക് വേഗം ഇവിടെ കോർഡിനേറ്റിംഗ് നോക്കുമ്പോൾ നോറാണ് ഉത്തരം നമുക്ക് മനസ്സിലാവും. കാരണം ഡസ് ഹി എന്നാണ് വന്നത്. ഡസ് ഹി എന്ന് വരുമ്പോ അത് ഇൻവേർഷൻ ആണ്, ഓക്സിലറി കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് വന്നത്. അപ്പൊ അതിന്റെ തൊട്ട് മുൻപിൽ ഒരു നെഗറ്റീവ് വരണം. ആ നെഗറ്റീവ് കോർഡിനേറ്റിംഗിൽ നോറാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു നെഗറ്റീവ് കൊണ്ട് തുടങ്ങുമ്പോഴേ അതിന്റെ അപ്പുറത്ത് ഇൻവേർഷൻ ഉണ്ടാവുള്ളൂ. നെഗറ്റീവ് കൊണ്ട് തുടങ്ങുമ്പോൾ മാത്രമേ അതിനോട് ചേർന്ന് ഇൻവേർഷൻ സ്ട്രക്ചർ വരുള്ളൂ, അല്ലെങ്കിൽ ഇൻവേർഷൻ സ്ട്രക്ചർ വരൂല. അപ്പൊ ഇവിടെ ഡസ് ഹി എന്നുള്ളത് ഒരു ഇൻവേർഷൻ ആണ്. അതിന്റെ തൊട്ട് മുമ്പിൽ നോറ് നമ്മൾ കൊടുത്തു. ഇത്രയുമാണ് നോറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്തത് എന്താണ് മക്കളെ? ബട്ടാണ്. എന്താണ് ബട്ട്? എതിരാശയങ്ങളെ യോജിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ കോൺട്രാസ്റ്റ് പറയാനാണ് ബട്ട് ഉപയോഗിക്കുക, വൈരുദ്ധ്യം പറയാൻ. ആദ്യം ഒരു കാര്യം പറഞ്ഞു, അതിന്റെ അപ്പുറത്ത് അതിന്റെ വൈരുദ്ധ്യം പറഞ്ഞാൽ ബട്ട് ഉപയോഗിക്കും. എന്ന് പറഞ്ഞാൽ നോക്കൂ, ഹി സ്റ്റഡീഡ് വെൽ, അവൻ നന്നായി പഠിച്ചു. ഹി ഡിഡിന്റ് പാസ് ദ എക്സാം, എക്സാമിന് ജയിച്ചില്ല, തോറ്റുപോയി. അപ്പൊ പഠിച്ചാൽ എന്ത് ചെയ്യണം? ജയിക്കണം. പഠിച്ചാൽ ജയിക്കണം, പക്ഷെ തോറ്റുപോയി. അപ്പൊ ഇവിടെ വൈരുദ്ധ്യമാണ്, അതുകൊണ്ട് നമ്മൾ ബട്ട് ഉപയോഗിച്ചു. അടുത്ത നോക്കി, ഹി ഈസ് വെരി ടാലന്റഡ്, ഓൻ ഭയങ്കര ടാലന്റഡ് ആയ ഒരു ചെക്കനാണ്. ഹി ലാക്സ് കോൺഫിഡൻസ്, ഓനക്ക് കോൺഫിഡൻസ് ഇല്ല. ടാലന്റഡ് ആയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ത് പറഞ്ഞാലും കോൺഫിഡൻസ് ഉണ്ടാവും. ഇവിടെ ടാലന്റ് ആയിട്ട് അവനക്ക് കോൺഫിഡൻസ് ഇല്ല. അപ്പൊ ഈ പറഞ്ഞതിന് വൈരുദ്ധ്യമാണ് ഈ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിച്ചു? ബട്ട് ഉപയോഗിച്ചു. നമ്മൾ എന്ത് ഉപയോഗിച്ചു? ബട്ട് ഉപയോഗിച്ചു. ഇത്രയേ ഉള്ളൂ. ഇതാണ് ബട്ട്. എതിരാശയങ്ങളെ യോജിപ്പിക്കാൻ കോൺട്രാസ്റ്റ് പറയാനാണ് ബട്ട് ഉപയോഗിക്കുക. ഇനി നമ്മൾ പറയുന്നത് ഓറാണ്. ഓറ് പറയണമെങ്കിൽ ചോയ്സ് പറയണം. ഒന്നെങ്കിൽ ചോയ്സ് പറയാ, അല്ലെങ്കിൽ ഡിഫറെന്റ് പോസിബിലിറ്റി പറയാം. ഒന്നെങ്കിൽ ചോയ്സ് പറയാ, അല്ലെങ്കിൽ ഡിഫറെന്റ് പോസിബിലിറ്റി പറയാം. ഇതിനാണ് നമ്മൾ ഓർ ഉപയോഗിക്കുക. ഉദാഹരണം നോക്കി, വുഡ് യു ലൈക്ക് ടീ ഓർ കോഫി? താങ്കൾക്ക് ടീ ആണോ കോഫി ആണോ ഇഷ്ടം? അവിടെ ചോയ്സ് ആണ്. അപ്പൊ എനിക്ക് ടീ ആണെങ്കിൽ ടീ എന്ന് പറയും, അല്ലെങ്കിൽ മറ്റവർക്ക് കോഫി ആണെങ്കിൽ കോഫി എന്ന് പറയും. അതൊരു ചോയ്സ് ആണ്. അടുത്ത നോക്കൂ, വാക്ക് ക്വിക്ലി, വേഗം നടന്നോ? യു വിൽ മിസ് ദ ട്രെയിൻ. അതൊരു ഡിഫറെന്റ്, ഒരു പോസിബിലിറ്റി ആണത്. വേഗം നടന്നു അല്ലെങ്കിൽ ട്രെയിന് പോകും, അത് പോസിബിലിറ്റിയാണ്. അവിടെ നമ്മൾ ഓർ ഉപയോഗിച്ചു. അപ്പൊ ചോയ്സോ ഡിഫറെന്റ് പോസിബിലിറ്റിയോ പറയാനാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷനിൽ നമ്മൾ ഓർ ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അടുത്ത് നോക്കി, എച്ച് കോൺട്രാസ്റ്റ് തന്നെയാണ്. കോൺട്രാസ്റ്റ് എച്ച് എന്താണ്? കോൺട്രാസ്റ്റ്. ബട്ടും എന്തെന്നെയാണ്? കോൺട്രാസ്റ്റ് ആണ്. പക്ഷെ എച്ചും ബട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? എച്ചും ബട്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ട്വിസ്റ്റഡ് ആയ, ഒരു സർപ്രൈസിംഗ് ആയ കാര്യം പറയുന്നുണ്ടെങ്കിൽ ബട്ടിനേക്കാളും ഉചിതം ഏതാണ്? എച്ചാണ്. ചോദ്യത്തിൽ ഒരു ട്വിസ്റ്റഡ്, എന്താ പറഞ്ഞത്? നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് ഉണ്ടെങ്കിൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ഉണ്ടെങ്കിൽ ബട്ടിനേക്കാളും നല്ലത് എച്ചാണ്.
അപ്പൊ ബട്ടും എറ്റും ഒരു ചോദ്യത്തിന്റെ ഓപ്ഷനിൽ വന്നാൽ അതൊരു സർപ്രൈസിംഗ് ആണോ അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് ആണോ നോക്കുക. സർപ്രൈസിങ്ങോ അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റോ ആണെങ്കിൽ നിങ്ങൾ ബട്ട് കൊടുത്തു പോകരുത്, എറ്റ് കൊടുക്കണം. ഉദാഹരണം, ഷീ വർക്ക്ഡ് ഹാർഡ്, അവള് ഭയങ്കരമായിട്ട് പരിശ്രമിച്ചു. കണ്ടോ, ഭയങ്കരമായിട്ട് അവളെ കൊണ്ട് കഴിയുന്ന ഉറക്കൊഴിച്ച് അവൾ പഠിച്ചു, കഠിനാധ്വാനം ചെയ്തു. യെറ്റ് ഷീ ഫെയിൽഡ്, എന്നിട്ടും അവൾ തോറ്റു. അപ്പൊ നമുക്കിവിടെ എറ്റാണ് ആരെക്കാളും നല്ലത്, ബട്ടിനേക്കാളും നല്ലത്. അപ്പൊ ഇവിടെ എറ്റും ബട്ടും ഒരുമിച്ച് ഓപ്ഷനിൽ വന്നാൽ നിങ്ങൾ എറ്റ് കൊടുക്കണം, ബട്ട് കൊടുക്കരുത്. കാരണം ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് ആണ് ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു സർപ്രൈസ് ആണ് ഉണ്ടായത്. അടുത്ത് നോക്കിയേ, ഐ ലവ്ഡ് ഹർ വെരി മച്ച്. ഞാൻ അത്രക്ക് എത്രത്തോളം ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ അവളെ സ്നേഹിച്ചു. ഇങ്ങോട്ട് എന്താ ഇവിടെ നടന്നത്? സമകാലിക പ്രസക്തമായ ഒരു കാര്യം. ഷീ ചീറ്റഡ് മീ, അവള് തേച്ചു. അപ്പൊ ഒരു മനുഷ്യൻ ഒരു പെണ്ണിനെ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുമോ അത്രത്തോളം സ്നേഹിച്ചു. ഉറക്കത്തെ പോലും വിചാരിച്ചിട്ടില്ല ഈ പെണ്ണ് ഇവനെ ചതിച്ചു പോകുന്നു. പക്ഷെ ഇവിടെ ചതിച്ചു. അപ്പൊ അതൊരു അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് ആണ്, അല്ലെങ്കിൽ സർപ്രൈസ് ആണ്. ഓൻക്കും സർപ്രൈസ് ആയിരിക്കും, ചിലപ്പോൾ അവന്റെ ബോധം വരെ പോകും. മനസ്സിലായ? അതാണ് ഇവിടെ എറ്റ്. ഇവിടെ എറ്റാണ് ശരി. ആരെക്കാളും നല്ലത്, ബട്ടിനേക്കാളും ഉചിതം എറ്റാണ്. രണ്ടും കൂടി വരുമ്പോൾ ഇവിടെ ഒരു അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റും സർപ്രൈസും ഉണ്ടായത് കൊണ്ട് നിങ്ങൾ എറ്റ് കൊടുക്കാവുന്നതാണ് നല്ലത്. ഇനി അടുത്തത് എന്താണ്? സോ. ഫാൻ ബോയ്സിന് അവസാനത്തെ സോ ആണ്. സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് സൂചിപ്പിക്കാൻ, ഒരു കാര്യത്തിന്റെ റിസൾട്ട് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയുടെ കോൺസിക്വൻസ്, അനന്തരഫലം. അപ്പൊ റിസൾട്ട് പറയാനും കോൺസിക്വൻസ് പറയാനുമാണ് നമ്മൾ സോ ഉപയോഗിക്കുക. അപ്പൊ ആദ്യം ഒരു കാര്യം പറഞ്ഞു, അതിന്റെ അപ്പുറത്ത് അതിന്റെ റിസൾട്ട് പറഞ്ഞാൽ സോ കൊടുക്കാം. അല്ലെങ്കിൽ ആദ്യം ഒരു കാര്യം പറഞ്ഞു, അതിന്റെ കോൺസിക്വൻസ് ആണ് അപ്പുറത്ത് പറയുന്നതെങ്കിൽ സോ കൊടുക്കാം. ഉദാഹരണം, ഷീ സ്റ്റഡീഡ് ഹാർഡ്, അവൾ നന്നായി എന്ത് ചെയ്തു, പഠിച്ചു. എന്നിട്ട് നോക്കൂ, ഷീ പാസ്ഡ് ദ എക്സാം, അവൾ എക്സാം പാസ്സായി. അപ്പൊ പഠിച്ചതിന്റെ റിസൾട്ട് ആണ് എക്സാം പാസ്സായത്, അതുകൊണ്ട് നമ്മൾ സോ കൊടുത്തു. ഇനി അടുത്ത് നോക്കി, ഹി ഫോർഗോട്ട് ഹിസ് കീസ്, അവൾ അവളുടെ ചാവികൾ മറന്നു. അതിന്റെ ഫലമാണ് ഹി കുഡിന്റ് ഗെറ്റ് ഇൻ ടു ദ ഹൗസ്, അവൾക്ക് വീട്ടിൽ കടക്കാൻ പറ്റാതെ ആയത്. ചാവി മറന്നു വെച്ചതിന്റെ അനന്തരഫലം, കോൺസിക്വൻസ് ആണ് റൂമിൽ കടക്കാൻ പറ്റാത്ത അവസ്ഥയായത്, അല്ലെങ്കിൽ വീട്ടിൽ കടക്കാൻ പറ്റാത്ത അവസ്ഥയായത്. അവിടെയും നമ്മൾ സോ കൊടുത്തു. അപ്പൊ സോ എന്ന് പറഞ്ഞാൽ റിസൾട്ടിനും കോൺസിക്വൻസിനും നമുക്ക് ഉപയോഗിക്കുന്ന ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ് സോ എന്നുള്ളത്. അങ്ങനെ ഫാൻ ബോയ്സ് മുഴുവൻ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കാം. നിങ്ങൾ ഒന്ന് ഉത്തരം പറഞ്ഞു നോക്കുക. നിങ്ങൾ അടിയിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ഞാൻ ഇവിടെ ഉത്തരം പറയും. ഞാൻ എഴുതുന്നത് തന്നെയാണോ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. നോക്കൂ, ദ ഓപ്പറേഷൻ വാസ് സക്സസ്ഫുൾ. ഓപ്പറേഷൻ അടിപൊളിയായിരുന്നു, സൂപ്പർ ഗംഭീര ഓപ്പറേഷൻ ആയിരുന്നു. ദ പേഷ്യന്റ് ഡൈഡ്. പക്ഷെ പേഷ്യന്റ് മരിച്ചിക്കണ്. ഡോക്ടർ പുറത്തേക്ക് വന്നുകാണ്ട് പറഞ്ഞേ, ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും സൂപ്പർ ഓപ്പറേഷൻ ആയിരുന്നു. പക്ഷെ ആള് കണ്ണോർക്കണില്ല, കുറെ തട്ടി വിളിച്ച് മൂപ്പര് പോയിക്കണേ. സൂപ്പർ ഓപ്പറേഷൻ ആയിരുന്നു, എന്റെ കരിയറിലെ മറക്കാനാകാത്ത ഓപ്പറേഷൻ, സൂപ്പർ കിടിലൻ കില്ലാടി എന്നൊക്കെ ഡോക്ടറാണ് പറഞ്ഞേ. പക്ഷെ ആള് കണ്ണു തുറക്കണില്ല എന്ന് പറഞ്ഞാൽ മൂപ്പര് പോയി. അപ്പൊ ഓപ്പറേഷൻ വിജയിച്ചു, പേഷ്യന്റ് മരിച്ചു. ആദ്യം പറഞ്ഞതിന്റെ നേരെ വൈരുദ്ധ്യമാണ് അപ്പുറത്ത് നടന്നത്. അപ്പൊ ഓറല്ല നിങ്ങൾക്കറിയാം, ആൻഡ് അല്ല നിങ്ങൾക്കറിയാം, നോറല്ല നിങ്ങൾക്കറിയാം. അപ്പൊ നമ്മുടെ ആൻസർ ബട്ടല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ബട്ടല്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കി, ഐ റാൻ ഫാസ്റ്റ്, ഞാൻ വേഗത്തിൽ ഓടി. ഡാഷ് മിസ്ഡ് ദ ട്രെയിൻ, വേഗത്തിൽ ഓടിക്കഴിഞ്ഞാൽ ട്രെയിന് കിട്ടണ്ടേ? അപ്പൊ ആ ഓട്ടം അവിടെ വേസ്റ്റ് ആയി. വേഗത്തിൽ ഓടുകയും ചെയ്തു, ട്രെയിന് പോവുകയും ചെയ്തു. അപ്പൊ ആദ്യം നടന്നതിന്റെ വൈരുദ്ധ്യമാണ് രണ്ടാമത് നടന്നത്. അപ്പൊ നമ്മള് ആൻഡ് അല്ല എന്ന് മനസ്സിലായി, ഓറല്ല എന്ന് മനസ്സിലായി, സോ അല്ല എന്ന് മനസ്സിലായി. അപ്പൊ നമ്മുടെ ഉത്തരം വീണ്ടും ബട്ടന്നെയാണ്. വീണ്ടും ബട്ടല്ലേ? നിങ്ങൾ മനസ്സിൽ ചിന്തിക്കണില്ല, ഞാൻ പറഞ്ഞതിന് മുമ്പേ നിങ്ങൾ ചിന്തിക്കണില്ല, ഇവിടെ വട്ടായിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്ക്, ഷീ ഹാസിന്റ് ടേക്കൺ എ ബാത്ത്, അവൾ കുളിച്ചില്ല. അതൊരു നെഗറ്റീവാണ്. ഷീ ഹാസിന്റ് ടേക്കൺ എ ബാത്ത്, അവൾ കുളിച്ചില്ല. ചില ആൾക്കാരുണ്ട് കുളിക്കൂല്ല. ഹാസ് ഷീ ചേഞ്ച്ഡ്, ഹാസ് ഷീ ചേഞ്ച്ഡ് ഹർ ഡ്രസ്, ഡ്രസ് മാറ്റിയതുമില്ല, ഓൾ കുളിച്ചതുമില്ല, ഡ്രസ് ചേഞ്ച് ചെയ്തുമില്ല. അപ്പൊ ഹാസ് ഷീ എന്ന് പറഞ്ഞാൽ മക്കളെ ഇൻവേർഷൻ അല്ലേ? അല്ലേ?
ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരുന്ന മെത്തേഡ് അല്ലേ ഇൻവേർഷൻ. ഹാസ് ഷീ എന്ന് വരുമ്പോൾ ഇൻവേർഷൻ അല്ലേ. ഇൻവേർഷൻ ആവുമ്പോൾ ഇവന്റെ തൊട്ട് മുൻപിൽ നെഗറ്റീവ് വരണ്ടേ. ആ നെഗറ്റീവ് ആൻഡ് അല്ലല്ലോ, ആ നെഗറ്റീവ് ബട്ടല്ലല്ലോ, ആ നെഗറ്റീവ് എറ്റല്ലല്ലോ, ആ നെഗറ്റീവ് ആരാ? നോറല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി നോറല്ലേ. ഷീ ഹാസിന്റ് ടേക്കൺ എ ബാത്ത് നോർ ഹാസ് ഷീ ചേഞ്ച്ഡ് ഹെർ ഡ്രസ്. കുളിച്ചതുമില്ല, ഡ്രസ് ചേഞ്ച് ചെയ്തതുമില്ല എന്നാവും. നാലാമത്തെ ഷീ വാസിന്റ് ഫീലിംഗ് വെൽ. ഷീ വാസിന്റ് ഫീലിംഗ് വെൽ. ഓൾക്ക് എന്താണ് അങ്ങനെ അത്ര നല്ല അസുഖം എന്താണ് ഫീൽ ആയിട്ട് തോന്നിയില്ല, ഒരു നല്ല സുഖമുള്ളതായിട്ട് തോന്നിയില്ല. ഷീ വെന്റ് ടു സീ എ ഡോക്ടർ. അതിന്റെ പരിമിത ഫലമാണ് ഓളെ ഡോക്ടറെ കാണാൻ പോയത്. അപ്പൊ ഇവിടെ വൈരുദ്ധ്യം നടക്കണില്ല. ക്ഷീണമായതുകൊണ്ടാണ് ഡോക്ടറെ കാണാൻ പോയത്. അപ്പൊ ബട്ടല്ല, ഓറല്ല, നോറല്ല. അപ്പൊ നമ്മുടെ ആൻസർ സോ ആണ്. സോ അല്ലേ. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കി. ഈസ് യുവർ ഫേവറേറ്റ് കളർ ബ്ലൂ ഡാഷ് ഗ്രീൻ. ഇവിടെ മക്കളെ താങ്കളുടെ ഫേവറേറ്റ് കളറ് ബ്ലൂ ആണോ ഗ്രീൻ ആണോ എന്നല്ലേ ചോദിക്കണേ. അപ്പൊ ഇവിടെ ചോയ്സ് അല്ലേ കുഞ്ഞുങ്ങളെ, ചോയ്സ് അല്ലേ. ചോയ്സിനെ സൂചിപ്പിക്കുന്നത് നോറാണോ? അല്ലല്ലോ. ചോയ്സിനെ സൂചിപ്പിക്കുന്നത് ആൻഡ് ആണോ? അല്ലല്ലോ. ചോയ്സിനെ സൂചിപ്പിക്കുന്നത് സോ ആണോ? അല്ലല്ലോ. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓറല്ലേ. ചോയ്സും ഡിഫറെന്റ് പോസിബിലിറ്റി അല്ലേ ഓറ്. അതിനല്ലേ അത് പഠിപ്പിച്ചെന്നേ. ഇനി ആറാമത്തെ ചോദ്യം നോക്ക്. വി ബ്രോട്ട് എക്സ്ട്രാ ഫുഡ്. ഞങ്ങള് എക്സ്ട്രാ ഫുഡ് കൊണ്ടുവന്നു. എക്സ്ട്രാ ഫുഡ് കൊണ്ടുവന്നു അതിനൊരു കാരണമുണ്ട്. ഞങ്ങൾ ഒരുപാട് ആളുകളെ, ഒരുപാട് ഗസ്റ്റിനെ ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടതെന്ന്. അപ്പൊ ഈ പറഞ്ഞതിന്റെ റീസൺ ആണ് ഈ പറഞ്ഞത്. റീസൺ ആവുമ്പോ ഓറല്ല, നോറല്ല, ബട്ടല്ല. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഫോർ അല്ലേ. ഇതല്ലേ ആറാമത്തെ ചോദ്യത്തിന് ഉത്തരം. ഇനി ഏഴാമത്തെ ചോദ്യം നോക്കി. ഹി സ്ട്രോങ് ഡാഷ് ബ്രൈവ്. ഓൻ സ്ട്രോങ് ആണ്, ബ്രൈവ് ആണ്. സ്ട്രോങ്ങിനെ ഗണ്ണിക്കുന്ന ഒരു പദമല്ല ബ്രൈവ്. സ്ട്രോങ്ങിനെ വൈരുദ്ധ്യമാക്കുന്ന ഒരു പദമല്ല ബ്രൈവ്. അപ്പൊ ഒരേ ആശയമാണ്. ഒരേ ആശയമാകുമ്പോ ബട്ടല്ല, ഓറല്ല, സോ അല്ല. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആൻഡ് അല്ലേ. ഇനി എട്ടാമത്തെ ചോദ്യം നോക്ക് നിങ്ങൾ. ഹി ഡിഡ് നോട്ട് വേക്ക് അപ്പ് ഏർലി. അവൻ രാവിലെ എഴുന്നേറ്റില്ല. രാവിലെ എഴുന്നേക്കാത്തതിന്റെ കോൺസിക്വൻസ് ആണ് ഓൻക്ക് ട്രെയിന് പോയത്. രാവിലെ എഴുന്നേക്കാത്തതിന്റെ ഫലമായിട്ടാണ് ട്രെയിന് പോയത്. അപ്പോ ഇത് ആൻഡ് ആണോ? അല്ല. നോറാണോ? അല്ല. കാരണം ഇവിടെ ഇൻവേർഷൻ വന്നിട്ടില്ല. പിന്നെ ബട്ടാണോ? അല്ല. അപ്പൊ നമ്മുടെ ആൻസർ സോ ആണ്. കോൺസിക്വൻസ് ഓഫ് ആൻ ആക്ഷൻ ആണ്. ഇനി നമ്മുടെ ഒൻപതാമത്തെ ചോദ്യം നോക്കൂ. ഒൻപതാമത്തെ ചോദ്യം. ഇറ്റ് ഈസ് റെയിനിങ് ഹെവിലി. പുറത്ത് ഭയാനകരമായ മഴ, തോരാത്ത മഴ, ഒരു നിമിഷം പോലും തോർന്നിട്ടില്ല. ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ദേ ഡിസൈഡഡ് ടു ഗോ ഫോർ എ വാക്ക്. അപ്പൊ ഇവിടെ ഒരു ട്വിസ്റ്റ് ആണ്. ഒരു എന്താ ഇവിടെ പറയാ, ഒരു സർപ്രൈസ് ആണ്. ഇങ്ങനെ പെയ്യണ മഴത്തും നടക്കാൻ ഒരു തീരുമാനിക്കുകയാണ്. നടക്കാന് സാധാരണ മഴക്കാറിങ്ങോട്ട് വരുമ്പോത്തിനും പൊരയിലിരിക്കലാണ് നമ്മളെ പതിവ് അല്ലേ. ഇനി മഴ അങ്ങോട്ട് ചാറ്റുമ്പോത്തിനും വീട്ടിലിരിക്കലാണ് നമ്മളെ പതിവ്. മഴ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇടങ്ങാറ്, ഒരു ഒരു ഭയം ഒക്കെ ആയിരിക്കും നമുക്ക്. ഇവിടെ പുറത്ത് അതിശക്തമായ മഴ പെയ്യുന്നു. അവര് പുറത്ത് നടക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പൊ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് അതിലുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ സർപ്രൈസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ആൻഡ് അല്ല, സോ അല്ല, ആൻഡ് അല്ല, അതേപോലെ തന്നെ ബട്ടല്ല. അപ്പൊ നമ്മുടെ ആൻസർ എറ്റാണ്. ബട്ട് ഇവിടെ പറ്റാത്തതിന്റെ കാരണം, ബട്ട് ഇവിടെ കൊടുക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇതിലൊരു സ്ട്രോങ് അൺഎക്സ്പെക്റ്റഡ് സർപ്രൈസ് ഇതിലുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സർപ്രൈസ് ആണ് ഇതിൽ പറഞ്ഞത്, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് ആണ്. അതുകൊണ്ട് ഏറ്റവും സ്യൂട്ടബിൾ എന്താണ്? എറ്റാണ് എന്നുള്ളതാണ്. ഇതാണ് ഈ 9 ചോദ്യങ്ങൾ. ഈ ശൈലിയിലാണ് നമുക്ക് മത്സര പരീക്ഷയ്ക്ക് കോർഡിനേറ്റിംഗ് കൺജങ്ഷനിൽ നിന്ന് എക്സാമിന് എന്ത് ചെയ്യുക, വരിക. അപ്പൊ കോർഡിനേറ്റിംഗ് കൺജങ്ഷന് ഫാൻ ബോയ്സിന്റെ ഉപയോഗങ്ങൾ ഈ ക്ലാസ് അടിസ്ഥാനത്തിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഭാഗത്തു നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ, അതായത് ഇനി കൊറിലേറ്റീവ് പറയാനുണ്ട്, അതേപോലെ തന്നെ സബോർഡിനേറ്റിംഗ് പറയാനുണ്ട്. ഇതിന്റെ ബാക്കി ക്ലാസ്സുമായി തുടർന്നുള്ള സീരീസുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റേ ട്യൂൺ, നിങ്ങൾ ട്യൂൺ ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, കാത്തിരിക്കുക. നമുക്ക് പെട്ടെന്ന് ഇതിന്റെ ബാക്കിയുമായിട്ട് വീണ്ടും വരാം.
അപ്പൊ തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഞാൻ എന്ത് ചെയ്യുന്നു, വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ആൾ.